ഗൈസ്, ഇന്ന് ജനുവരി 30 രാവിലെ 11 മണിയാവുമ്പോൾ രാജ്യം മുഴുവൻ 2 മിനിറ്റ് അനങ്ങാതെ നിൽക്കുന്നതും സൈറൻ മുഴങ്ങുന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വിചാരിക്കും, ഇതെന്താ എല്ലാവരും സ്റ്റാച്ചു കളിക്കുകയാണോ എന്ന്. അല്ല, ഇന്ന് നമ്മുടെ രക്തസാക്ഷികളെ ഓർക്കാനുള്ള ദിനമാണ്, ഗൗരവമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതൊക്കെ മറന്നു പോകാതിരിക്കാൻ കുറച്ചു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് ജനുവരി 30? കാര്യം സിമ്പിളാണ്. 1948 ജനുവരി 30-നാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി കൊല്ലപ്പെട്ടത്. പ്രാർത്ഥനയ്ക്ക് പോകാൻ ഇറങ്ങിയ ഗാന്ധിജിയെ ബിർള ഹൗസിൽ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് വീഴ്ത്തി. ആ വലിയ നഷ്ടത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്ത്യ ഈ ദിവസം രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്. ഇതിനെ സർവോദയ ദിനം എന്നും വിളിക്കും. എന്താണ് ഈ സർവോദയ എന്ന് നമുക്ക് വഴിയെ പറയാം. ആരാണ് രക്തസാക്ഷി? നാടിനും നന്മയ്ക്കും വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകുന്നവരെയാണ് നമ്മൾ രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഇതിന് വേറെയും ദിവസങ്ങളുണ്ട്. ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും തൂക്കിലേറ്റിയ മാർച്ച് 23 നമ്മൾ രക്തസാക്ഷി ദിനമായി ആചരിക്കാറുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ആരെങ്കിലും ഗിഫ്റ്റ് തന്നതല്ല, കുറെ പേരുടെ കഠിനാധ്വാനവും ജീവനുമാണ്. രാവിലെ 11 മണിക്ക് നമ്മൾ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? ആ സമയം നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കുവാനോ വാട്സപ്പ് ചാറ്റ് ചെയ്യുവാനോ ഉള്ളതല്ല. നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടി മരിച്ചവരെ ഒന്ന് സ്മരിക്കാനാണ്. പക്ഷെ പലപ്പോഴും ആ 2 മിനിറ്റ് നമ്മൾ ആലോചിക്കുന്നത് ഉച്ചയ്ക്ക് എന്ത് കറി വെക്കണം എന്നായിരിക്കും. ഇത് മാറ്റണം ഗൈസ്. ആ 2 മിനിറ്റ് അവർക്ക് വേണ്ടി മാത്രമുള്ളതാവട്ടെ. ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് അടിയുണ്ടാകരുത്, സത്യം പറയണം എന്നൊക്കെയാണ്. കേൾക്കുമ്പോൾ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും ഇതൊരു വലിയ പവറാണ്. തോക്കെടുക്കാതെ ഒരു സാമ്രാജ്യത്തെ വിറപ്പിച്ച ആ മനുഷ്യന്റെ ഐഡിയോളജി, അഹിംസ, ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒന്നാണ്. ഗാന്ധിജി മാത്രമല്ല, ചരിത്ര പുസ്തകത്തിൽ പേരില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അതിർത്തിയിൽ -ഡിഗ്രി തണുപ്പിൽ കാവൽ നിൽക്കുന്ന ജവാന്മാർ മുതൽ പണ്ട് ആയുധമേന്തി പോരാടിയ വിപ്ലവകാരികൾ വരെ, അവരെല്ലാം നമ്മൾ ഇന്ന് ഓർക്കണം. ഇന്ന് സർവോദയ ദിനം കൂടിയാണെന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ ഈ വാക്കും ആശയവും ഗാന്ധിജിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയാമോ? അത് ജോൺ റസ്കിൻ എഴുതിയ അൺടു ദ ലാസ്റ്റ് എന്ന പുസ്തകത്തിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ഗാന്ധിജി ഈ പുസ്തകം വായിക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് 2 വലിയ ആശയങ്ങൾ രൂപപ്പെടുത്തി. ഒന്ന്, സർവോദയം, അതായത് എല്ലാവരുടെയും ഉന്നമനം, സമൂഹം മൊത്തത്തിൽ വളരണം എന്ന ചിന്ത. 2, അന്ത്യോദയ, അവസാനത്തെ മനുഷ്യന്റെയും ഉന്നമനം. ക്യൂവിലെ അവസാനത്തെ ആൾക്കും നീതിയും വെളിച്ചവും ലഭിക്കുമ്പോഴേ ഒരു രാജ്യം യഥാർത്ഥത്തിൽ പുരോഗതി പ്രാപിക്കും എന്ന ചിന്ത. ഗൈസ്, എൻ്റെ ചാനലുകളുടെ പേരും ഈ വലിയ ആശയത്തിൽ നിന്ന് വന്നവയാണ്. എൻ്റെ ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകൾക്ക് അൺടു ദ ലാസ്റ്റ് എന്നും മലയാളം ചാനലിന് അന്ത്യോദയ എന്നും പേര് നൽകാൻ പ്രചോദനം ഈ പുസ്തകവും ഗാന്ധിജിയുടെ ഈ ചിന്തയുമാണ്. സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും, പ്രത്യേകിച്ച് അവസാനത്തെ ആൾക്കും അറിവും വെളിച്ചവും എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പണ്ട് ബ്രിട്ടീഷുകാരായിരുന്നു ശത്രുക്കൾ. ഇന്ന് നമ്മുടെ ഉള്ളിലെ അസഹിഷ്ണുത, വിദ്വേഷവുമാണ് വലിയ ശത്രുക്കൾ. ഫോണിൽ കൂടെ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിന് പകരം സ്നേഹം പ്രചരിപ്പിക്കാൻ നോക്കിയാൽ അതാണ് ഏറ്റവും വലിയ ദേശഭക്തി. ഓരോ മനുഷ്യന്റെയും തുല്യനായി കണക്കാക്കുക എന്നതാണ് രക്തസാക്ഷികൾക്ക് നൽകാവുന്ന വലിയ ബഹുമതി. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? രക്തസാക്ഷി ദിനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ: രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക, മതം നോക്കാതെ മനുഷ്യരെ സ്നേഹിക്കുക, നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, വോട്ട് ചെയ്യുക, നമ്മുടെ ചാനലിന്റെ പേര് പോലെ അൺടു ദ ലാസ്റ്റ്, അവസാനത്തെ ആളിലേക്കും സത്യവും നീതിയും എത്തിക്കുക എന്നതാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ബഹളമുണ്ടാക്കാതെ ഇതൊക്കെ ചെയ്താലും അതൊരു വലിയ കാര്യമാണ്. ദേശഭക്തി എന്ന് പറഞ്ഞാൽ സിനിമ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് മാത്രമല്ല, അത് നമ്മുടെ പ്രവൃത്തിയിലാണ് വേണ്ടത്. നമ്മുടെ പൂർവികർ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ ഇന്നിനു വേണ്ടി തങ്ങളുടെ ഇന്നലകൾ ബലി നൽകിയവർക്കായി ആ 2 മിനിറ്റ് മൗനം
നമുക്ക് സമർപ്പിക്കാം. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന് താഴെ കമന്റ് ചെയ്യുക. അവരുടെ ധീരത മറ്റുള്ളവരും അറിയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അൺടു ദ ലാസ്റ്റ് എന്ന ഈ യാത്രയിൽ പങ്കാളികളാകാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്. അടുത്ത വീഡിയോയിൽ കാണാം. സമാധാനത്തോടെ ഇരിക്കുക. ടാറ്റാ, ബൈ ബൈ.